PSC വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആറ്റം. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന വാക്ക് രൂപപ്പെട്ടത് ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. ഓസ്റ്റ്വാൾഡ് എന്ന പ്രക്രിയയെ നമുക്കറിയാം. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ്. ഓർക്കുക, ആറ്റം എന്നത് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ്. ഇത് രൂപപ്പെട്ടത് ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇതിനർത്ഥം വിഭജിക്കാൻ കഴിയാത്തതെന്നാണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. നമുക്ക് ജോൺ ഡാൾട്ടനെ കുറിച്ച് പരിചയപ്പെടാം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. നേരത്തെ നമ്മൾ പറഞ്ഞത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാണ് ഓസ്റ്റ്വാൾഡ്. എന്നാൽ ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതുപോലെ ബഹു അനുപാത നിയമം അഥവാ ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ഭാഗിക മർദ്ദ നിയമം, ലാ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നിവ ആവിഷ്കരിച്ചു. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഇദ്ദേഹം. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. അതുപോലെ വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്നു ജോൺ ഡാൾട്ടൺ. ഓർക്കുക, ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടെത്തി, ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചു, ബഹു അനുപാത നിയമം, ഭാഗിക മർദ്ദ നിയമം എന്നിവ ആവിഷ്കരിച്ചു. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഇദ്ദേഹം. വർണ്ണാന്തത എന്ന രോഗത്തിന് അടിമയായിരുന്നു ജോൺ ഡാൾട്ടൺ. ആറ്റം കണ്ടെത്തിയതും ആറ്റ സിദ്ധാന്തം ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആറ്റ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്നും ആറ്റം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നും ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും സമാനമായിരിക്കുമെന്നും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റമെന്നും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ യോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു എന്നും ഇദ്ദേഹം പറഞ്ഞു. ഇനി നമുക്ക് ആറ്റത്തിൻ്റെ മോഡലുകളെക്കുറിച്ച് പഠിക്കാം. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം അവതരിപ്പിച്ചത് ജെ തോംസൺ. ജെ തോംസണ് നോബൽ സമ്മാനം കിട്ടിയത് 1906. ജെ തോംസൻ്റെ ആറ്റം മോഡൽ അറിയപ്പെട്ടിരുന്നത് പ്ലം പുഡിംഗ് മോഡൽ, റൈസിംഗ് പുഡിംഗ് മോഡൽ, വാട്ടർമെലൺ മോഡൽ എന്നെല്ലാം ജെ തോംസൻ്റെ ആറ്റം മോഡൽ അറിയപ്പെട്ടു. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സാങ്കല്പിക രൂപം ആദ്യമായി അവതരിപ്പിച്ചതാണ് ജെ തോംസൺ. അതുകഴിഞ്ഞ് സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 ഏണസ്റ്റ് റൂദർഫോർഡിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്.
റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ആൽഫ പാർട്ടിക്കിൾ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓർക്കുക, സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയതാണ് 1908. ജെ തോംസണ് നൊബേൽ സമ്മാനം കിട്ടിയത് 1906. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ആൽഫ പാർട്ടിക്കിൾ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനിയൊരു ഡാനിയൽ റൂദർഫോർഡാണ്. അദ്ദേഹമാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. ഡാനിയൽ റൂദർഫോർഡ്. പീരിയോഡിക് ടേബിളിലെ 104ാമത്തെ മൂലകമാണ് റൂദർഫോർഡിയം. ഇത് ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ സ്മരണാർത്ഥമുള്ളതാണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. നമ്മൾ പറഞ്ഞു, സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കി. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളായ പ്രോട്ടോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡാണ്. സൗരയൂഥ മാതൃകയിലുള്ള ആറ്റം മോഡൽ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനും ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 ഇദ്ദേഹത്തിന് രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. ആറ്റത്തിൻ്റെ ആറ്റം മോഡലിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണെന്നും ആറ്റത്തിൻ്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്നും, അതുപോലെ ന്യൂക്ലിയസിന് പ്രാധാന്യം കൊടുത്തുള്ള മോഡലായിരുന്നു ഏണസ്റ്റ് റൂദർഫോർഡിൻ്റേത്. ഒരു ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റമായിരുന്നു ഏണസ്റ്റ് റൂദർഫോർഡ് മുന്നോട്ട് വെച്ചത്. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിലുള്ള ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ ബോർ മോഡൽ തയ്യാറാക്കിയത് നീൽസ് ബോർ. റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിലുള്ള ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടാണ് നീൽസ് ബോർ മോഡൽ തയ്യാറാക്കിയത്. ഇതിൽ അദ്ദേഹം പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായ പാതകളുണ്ട്, അതായത് ഓർബിറ്റുകൾ. ഈ ഓർബിറ്റിന് ഒരു എനർജി ഉണ്ടെന്നും ആ എനർജി കൈവരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് മാത്രമേ ആ ഓർബിറ്റിൽ തുടരാൻ കഴിയുകയുള്ളൂ എന്നും നീൽസ് ബോർ പറഞ്ഞു. എന്നാണ് ന്യൂക്ലിയസിന് ചുറ്റും കൃത്യമായ പാതകളുണ്ടെന്നും, അതായത് ഓർബിറ്റിന് ചുറ്റുമൊരു എനർജി ഉണ്ടെന്നും ആ എനർജി കൈവരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് മാത്രമേ ഓർബിറ്റിൽ തുടരാൻ കഴിയുകയുള്ളൂ എന്നും നീൽസ് ബോർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇദ്ദേഹമാണ് ബോർ മോഡൽ തയ്യാറാക്കിയത്. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ ആരെന്ന് ചോദിച്ചാൽ കണാദമുനി. നമുക്കറിയാം, ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയനാണ് കണാദമുനി. ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചതും കണാദമുനിയാണ്. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ ആരെന്ന് ചോദിച്ചാൽ കണാദമുനി. കണാദമുനിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചു. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ. ആറ്റത്തിൻ്റെ ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത് ഏതവസ്ഥയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാസ്മ അവസ്ഥയിലാണ് ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്. ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഓർക്കുക, ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നത്
പ്ലാസ്മ അവസ്ഥയിൽ ഒരു ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ ആണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. പ്രോട്ടോൺ പോസിറ്റീവ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസാണ് 1.6726 × 10⁻⁻27 കിലോഗ്രാം. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിൻ്റെ മാസ് 1.6726 × 10⁻⁻27 കിലോഗ്രാം. അടുത്ത മൗലിക കണമാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. കണ്ടെത്തിയത് JJ തോംസൺ. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻31 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. കണ്ടെത്തിയത് JJ തോംസൺ. മാസ് 9.109 × 10⁻31 കിലോഗ്രാം. അടുത്തതായി ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ഇതിൻ്റെ മാസ് 1.6749 × 10⁻⁻27 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ ചാർജ് ഇല്ലാത്ത മൗലിക കണമാണ് ന്യൂട്രോൺ. ഇത് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക്. ഇതിൻ്റെ മാസ് 1.6749 × 10⁻⁻27. ഇനി നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഇത് കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻⁻31 കിലോഗ്രാം ആണ്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻⁻19 കുളോം ആണ്. ചാർജ് പറയുന്നത് കുളോമിലാണ്. 1.602 × 10⁻⁻19 കുളോമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്താനായി അദ്ദേഹം ഉപയോഗിച്ച പരീക്ഷണമാണ് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് മില്ലിക്കൺ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് JJ തോംസൺ ആണ്. കാഥോഡ് റേ പരീക്ഷണത്തിലൂടെയാണ് JJ തോംസൺ ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണാണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. അടുത്തതായി പ്രോട്ടോൺ. പ്രോട്ടോണിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അതുപോലെ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. അതിൻ്റെ മാസ് 1.6726 × 10⁻⁻27 കിലോഗ്രാം. ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണുകളാണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണുകളാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും
ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അടുത്തതായി ന്യൂട്രോൺ. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജനാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ച് കിട്ടുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സിമ്പലാണ് Z. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയോ അതല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി മാസ് നമ്പർ. മാസ് നമ്പറിനെ സ്പെസിഫൈ ചെയ്യുന്ന ലെറ്ററാണ് A. മാസ് നമ്പർ എന്നാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓർക്കുക, മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പം ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ച് കിട്ടുന്നതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ബേസിക്കായിട്ട് ആറ്റത്തെക്കുറിച്ച് പഠിക്കാനുള്ളതാണ് ഇത്രയും. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.